ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ 2-3 ദിവസത്തെ വീഡിയോ എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്തൊരു വീഡിയോ ആയിട്ട് ഇടുവാണ്. ഇത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഒരു വീഡിയോ എടുത്തായിരുന്നു കേട്ടോ. പക്ഷേ വീഡിയോ എടുത്ത് കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴേ സൗണ്ട് വേറെയും വീഡിയോ വേറെയുമായിട്ട് 2 രീതിയിൽ പോകുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അങ്ങനെ വേണ്ട, ഒന്നിച്ചൊരൊറ്റ വീഡിയോ ആക്കി എടുക്കാമെന്ന് കരുതി. പിന്നെ എല്ലാവരും ചോദിക്കുന്ന 2 ദിവസമായിട്ട് എന്താ ഡെയിലി വ്ളോഗ്സ് ഒന്നും കാണാത്തത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ 2 ദിവസമായിട്ട് നല്ല ഒരു വിഷമത്തിലായിരുന്നു. എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു പോയി. അപ്പോൾ അത് ആയിട്ട് ബന്ധപ്പെട്ട് വല്ലാത്ത ഒരു വിഷമം, ആ ഒരു വിഷമത്തിലായിപ്പോയി. അത് കാരണം എനിക്കൊന്ന് വീഡിയോ എടുക്കാനോ ഒന്നുമുള്ള ഒരു മൂഡുണ്ടായില്ല. പിന്നെ ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാം എടുക്കാൻ നേരത്തെ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് വീഡിയോ എടുക്കാമെന്ന്. പക്ഷേ അപ്പോഴും എനിക്ക് അങ്ങോട്ടൊരു മൂഡ് ശരിയാവുന്നില്ല തുടർന്ന് അങ്ങോട്ട് വീഡിയോ എടുക്കാനായിട്ട്. പിന്നെ വീഡിയോ ഇടാതെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഡെയിലി വ്ളോഗ്സ് ചെയ്യുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ വ്യൂസ് കയറുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെയും പതുക്കെ താഴോട്ട് വരുമല്ലോ എന്ന് പേടിച്ചിട്ട് നേരത്തെ എടുത്ത് വെച്ച കുറേ വീഡിയോസും ഇന്നത്തേതും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ കാണിക്കുവാണ്. പിന്നെ വേറെ പറയാനാണെങ്കിൽ പിന്നെ സ്റ്റിച്ചിങ്ങും അതും ഇതുമൊക്കെ ആയിട്ട് ഞാൻ 2 ദിവസമായിട്ട് കുറച്ച് തിരക്കും കൂടെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇടാനും അങ്ങ് വൈകിപ്പോയത്. പിന്നെന്താ പറയാനുള്ളത്, ഞാൻ ഇഡ്ഡലിക്ക് മാവ് തലേദിവസമേ അരച്ച് വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ അത് രാവിലെ എന്നാൽ ദോശയാക്കി എടുക്കാം. ഇഡ്ഡലി മാവ് കൊണ്ട് നമ്മൾ പലതും ഉണ്ടാക്കുമല്ലോ, ദോശയും അതും ഇതുമൊക്കെ ആക്കി എടുക്കാമല്ലോ. പണിയാരമോ അങ്ങനെയൊക്കെ ഓരോരുത്തരുണ്ടാക്കുന്ന കാണാം. നമ്മുടെ ഇവിടോട്ടൊന്നും അങ്ങനത്തെയൊക്കെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കലൊക്കെ കുറവാണ്. അപ്പോൾ ഞാനത് ദോശയാക്കാം. പിന്നെ ചമ്മന്തി ഉണ്ടാക്കി, തേങ്ങാ ചമ്മന്തിയാണ്. അത് കഴിഞ്ഞിട്ട് രാവിലെ ചൂടോടെ ഇച്ചിരി ചായയൊക്കെ ഇട്ട് അവിടെ ദോശ ചുടുന്ന ആ പാതകത്തെ കയറി ഇരുന്നുകൊണ്ടാകുമ്പം ദോശയും ചൂടോടെ ആ ചായയും കുടിച്ച് അങ്ങനെ രാവിലെ കൊച്ചിനെ സ്കൂളിൽ വിടാനുള്ള പരിപാടിയൊക്കെ നോക്കുവാണ്. ഇന്ന് ചിങ്ങമാസത്തിലെ ശബരിമല നട തുറപ്പ് പ്രമാണിച്ച് കുറച്ച് ദിവസമൊക്കെ കാണുമല്ലോ. അപ്പോൾ അങ്ങനെ ശബരിമലയിൽ പോയിരിക്കുവാണ് ഏട്ടന്. ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് ഏട്ടനെ ഇതിനകത്തിൽ കാണാത്തത്. ആദ്യത്തെ ഭാഗത്തിൽ കാണുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ എടുത്തു വെച്ച വീഡിയോയിൽ ഏട്ടനെ കാണാം. ഇത് ഞാൻ അത് കഴിഞ്ഞിട്ടെടുത്ത വീഡിയോയാണ്. കഴിഞ്ഞിട്ടല്ല, അതിന് മുമ്പ് എടുത്ത വീഡിയോ ആണ്. 2 ദിവസം മുമ്പ് എടുത്തതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് വീഡിയോസ് നേരത്തെ എടുത്തു വെച്ചിരുന്നതെല്ലാം കൂടെ കളയണ്ടെന്ന് കരുതി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ കാണിക്കുവാണ്. ഇത് കഴിഞ്ഞ ആഴ്ച ഇട്ടിരുന്ന ഒരു വീഡിയോ ആണ്. ഇത് ഞങ്ങൾ ഒരു ദിവസം ചേട്ടനിവിടെ നമ്മുടെ ഫ്രണ്ട് വശത്ത് വീടിൻ്റെ മുൻവശത്തെല്ലാം കുറച്ച് ചപ്പൊക്കെ നിന്നതൊക്കെ ഒന്ന് വൃത്തിയാക്കുമായിരുന്നു. അപ്പോൾ അന്നേരം ഞാനും കൂടെ നിന്നുകൊണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ്. ആരോ എപ്പോഴോ ഒരു കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ ചെടികളൊക്കെ കാണിക്കണേന്ന്. വലുതായിട്ട് ചെടികളൊന്നും ഇല്ലെന്നേ നമ്മുടെ വീട്ടിൽ. ഇതൊക്കെ ഉള്ളൂ, ഈ കാട്ടുചെടികളൊക്കെ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ചെടിയോടൊന്നും ക്രേസൊന്നും ഉള്ള ആളൊന്നും അല്ല ഞാൻ. എനിക്കൊന്നാമത് സമയമില്ല. സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ സമയം കാണത്തില്ല. പിന്നെ ഇത് ഞാൻ എപ്പോഴോ ഒരു ഡോക്ടറുടെ അവിടെ പോയപ്പോഴേ അവിടെ ഇങ്ങനെ നിന്ന ഒരു ബോൾസ്യമാണേ. ഇതിന് നമ്മുടെ ഇവിടെയൊക്കെ ബോൾസ്യം എന്ന് പറയും. അപ്പോൾ ഞാനതിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് പറിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ട് നട്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ, കൊലയോടങ്ങ് പൂ പിടിച്ച് നിൽക്കുവാണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ഭംഗിയുണ്ടല്ലോ, അത്തമൊക്കെ ഇടാൻ നല്ലതാണ്, ഓണമൊക്കെ അല്ലേ വരുന്നത്. പക്ഷേ ഇപ്പോൾ കണ്ടോണം, ഓണമൊക്കെ ആകുമ്പോൾ പൂവും കാണത്തില്ല, ഒന്നും കാണത്തില്ല. അവസാനം ഇവിടെ വരുന്നവരെല്ലാം ഇതിൻ്റെ അരി പിച്ചിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പൂത്ത് ഇങ്ങനെ നിൽപ്പുണ്ട് വരിയായിട്ട്. അപ്പം ഞാനിതിങ്ങനെ പാകി കിളിപ്പിച്ചപ്പോഴത്തേനേ ഇങ്ങനെ പറിച്ച് നട്ടായിരുന്നു വരിയായിട്ട്. ഏട്ടൻ തേണ്ട കപ്പയുടെ ഇടയിലൊക്കെയുള്ള പുല്ലൊക്കെ പറിക്കുക. ഇത് കണ്ടോ, ഞങ്ങൾക്കൊരാളൊരു കപ്പക്കമ്പ് തന്നതാണേ. അതാണ് 10 കമ്പായിട്ട് മുറിച്ച് ഞങ്ങളിങ്ങനെ നട്ടു. ഇതിപ്പോൾ ഇങ്ങനെ ആദ്യമേ അതിൻ്റെ ചുവട്ടിലൊക്കെ കുറച്ച് മണ്ണൊക്കെ വെട്ടിയൊക്കെ വെച്ചു, കുറച്ച് വളമൊക്കെ ഇട്ടൊക്കെ വെച്ചതാണ്. അത് കഴിഞ്ഞ് മഴയും കൂടെ പിടിച്ചപ്പോഴത്തേന് ഭയങ്കരമായിട്ടങ്ങ് കാട് പിടിച്ചെന്നേ ഇവിടെ ഒക്കെ.
അപ്പം ഏട്ടനാണ് വെറുതെ ഇരിക്കത്തേ ഇല്ല, എപ്പോഴും എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അന്നേരം ഇതിൻ്റെ ഇടയിലൊക്കെയുള്ള പുല്ലൊക്കെ നമ്മളെന്തെങ്കിലും നട്ട് വെച്ചാൽ അത് കിളുക്കാൻ വലിയ പ്രയാസമാണെന്നേ. ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് കാട് കിളിക്കാൻ ഭയങ്കര കരുത്തോടെ അത് കിളിച്ച് വരും. എന്തെങ്കിലും ആവശ്യമുള്ളത് നട്ട് വെച്ചാൽ അതൊട്ട് കിളിക്കുകയില്ല. അങ്ങനെ ഞങ്ങൾ വേണ്ട കപ്പയുടെ ഇടയിലൊക്കെ വന്ന് നിന്നുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച്. അപ്പം ഞാൻ പണ്ട് പറയുമായിരുന്നു, നമ്മളൊക്കെ കൊച്ചിലെ കപ്പയുടെ ഇലയുടെ തണ്ടൊക്കെ ഒടിച്ച് മാല ഉണ്ടാക്കുന്ന കാര്യവും ഒക്കെ ഏട്ടനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. കൊച്ചിലെയൊക്കെ ഇങ്ങനെ ഇതിൻ്റെ മാല ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് കളിക്കത്തില്ലേ, മാലയൊക്കെ കളിക്കുന്നതിൻ്റെ കൂട്ടത്തിലൊക്കെ കപ്പത്തണ്ടിൻ്റെ മാലയൊക്കെ ഇട്ടുകൊണ്ട് നടക്കത്തില്ലേ കണ്ട. കഴിഞ്ഞ ആഴ്ചയൊക്കെ ആകാശമൊക്കെ ഒന്ന് തെളിഞ്ഞ് നല്ല രീതിയിൽ നല്ല വെയിലും വെട്ടവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ നല്ല മഴയാന്നേ, ഇവിടെ എല്ലാം മഴയാണ് കേട്ടോ. നല്ല ഉണക്കമൊക്കെ 2 ദിവസമായിട്ട് കുറവാണ്, മഴയാണ്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ മഴയാണ്. അങ്ങനെ ഇത് കണ്ടോ, ബോഗൺവില്ലയുടെ ഒരു കമ്പാണ്, നല്ല പർപ്പിൾ കളറിലെ പൂവാണ് അതിൻ്റെ കേട്ടോ. അത് പിടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കൊലകൊലയായിട്ട് ഒരില ഇല്ലാതെ അത് നിറച്ച് പൂ പിടിക്കും. ഈ പ്രാവശ്യമാണ് സത്യത്തിൽ ഞങ്ങളത് ആദ്യമായിട്ട് കണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു, നിറയെ ആ ഇല ഇല്ലാണ്ട് അതേ നിറച്ച് പൂക്കളുണ്ടായിരുന്നു കേട്ടോ. പൂവല്ലല്ലോ, അതിൻ്റെ ഒരു തരം എന്തോ കടലാസ് പോലെ ഇരിക്കുമല്ലോ അതല്ലേ അതിന് കടലാസ് ചെടി എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ ഇത് കണ്ടോ, കപ്പയുടെ തണ്ടിൻ്റെ ഇടയ്ക്ക് ഭാഗത്ത് വെച്ച് എന്തോ ഒരു മുട്ടുമുട്ട് പോലെ. അപ്പോൾ അതിങ്ങനെ ഞാനൊന്ന് കാണിച്ചതാണ്. പിന്നെ ഞങ്ങളുടെ കിണറിൻ്റെ ഇപ്പുറത്തായിട്ട് കുറേ ശംഖുപുഷ്പവും കിളിച്ച് നിൽപ്പുണ്ട് കേട്ടോ. അവിടെ നീല ശംഖുപുഷ്പവും ഉണ്ട്, വെള്ള ശംഖുപുഷ്പത്തിൻ്റേതും ഉണ്ട്. ഇടയ്ക്കൊക്കെ എനിക്ക് നല്ല മൂഡ് വരുമ്പോൾ ഞാൻ ഇതിൻ്റെ പൂവൊക്കെ പറിച്ചുകൊണ്ട് പോയി ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് അന്നേരം നീല കളറ് വരും. പിന്നെ അതിനകത്ത് നാരങ്ങ പിഴിയുമ്പം പർപ്പിൾ കളറാകും. ഇത് കണ്ടോ, കപ്പയിലോട്ട് കയറി പടർന്നങ്ങ് നിൽക്കുക, ഇഷ്ടംപോലെ ഉണ്ട്. ഇതൊരു പഴയ മൂട് ഇവിടെ നിന്നതായിരുന്നേ. അത് ഞങ്ങൾ പറിച്ചൊന്നും കളഞ്ഞൊന്നുമില്ല. അങ്ങനെ അതിൻ്റെ അരി വീണ് പിന്നെയും ഇഷ്ടംപോലെ പൂവുണ്ട് ഇതിൽ. ഇപ്പം എന്തേ ഓൺലൈനായിട്ട് ഈ ശംഖുപുഷ്പത്തിൻ്റെ അരിയൊക്കെ മേടിക്കാൻ കിട്ടുമല്ലേ. നോക്കുമ്പോഴത്തേന് ഞാൻ ഈയിടെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കണ്ടു ഇതിൻ്റെ അരി ഇങ്ങനെ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നതും ഒക്കെ. പിന്നെ ഇത് ഞങ്ങളുടെ ചാമ്പയായിരുന്നു, ഭയങ്കര പൊക്കത്തിൽ പോയതായിരുന്നു. അതിൻ്റെ മണ്ടയൊക്കെ വെട്ടിക്കളഞ്ഞതാണ് കേട്ടോ. ഇതാ ഞങ്ങളുടെ കിണർ കണ്ടോ. ഞങ്ങളുടെ കിണറിന് നെറ്റൊക്കെ ഇട്ട് വെച്ചേക്കുക. ഈ പ്രാവശ്യം എന്തായാലും കോരി അറച്ച് നല്ല വൃത്തിയാക്കി ഇട്ടിരിക്കുവാണ്. ഇവിടെ പിന്നെ അഴുക്കൊന്നും വീഴാനായിട്ടൊന്നും ഇല്ല, എപ്പോഴും നല്ല വൃത്തിയാക്കി ഇട്ടിരിക്കുവാണ് കണ്ടോ. ഞങ്ങളുടെ വീടൊക്കെ ഇപ്പം 10 വർഷം കഴിഞ്ഞെന്ന്, എല്ലാം കരിമ്പായലും ഒക്കെ പിടിച്ചൊരുവിധം ഇതായി കിടക്കുക. ഇനിയൊന്ന് പെയിൻ്റൊക്കെ അടിച്ചൊന്ന് വൃത്തിയാക്കി എടുക്കണം. അതൊക്കെ ഇനി പതുക്കെ ചെയ്യാമെന്ന് കരുതി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നേരത്തെ ഞാൻ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചുകൊണ്ട് ഇത് ഒരു ദിവസം ഡേ ഇൻ മൈ ലൈഫ് ഇടാനായിട്ട് ഇതൊക്കെ എടുത്തു വെച്ചതാണെന്നേ. അപ്പോൾ വേറെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇത് ഞാൻ എഡിറ്റ് ചെയ്യാനും ഒക്കെ അങ്ങ് വിട്ടുപോയി. അത് കഴിഞ്ഞപ്പോഴത്തേന് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായത്. അന്നേരം പിന്നെ എനിക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു മൂഡുണ്ടായില്ലെന്നേ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ അവിടെ തന്നെ അങ്ങ് ഇട്ടിരുന്നു. അപ്പോൾ 2 ദിവസമായിട്ട് എല്ലാവരും ചോദിക്കുന്നത് എന്താ പറ്റി വീഡിയോ ഒന്നും ഇടാത്തതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കയ്യിലുണ്ടായിരുന്ന വീഡിയോസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കാണിച്ചതാണ്. അതിനിടയ്ക്ക് ഞാൻ മീൻകറി അടുപ്പേ വെച്ചേച്ചായിരുന്നു ഫ്രണ്ടിൽ പോയി അവിടെ ഇത്രയും നേരം കറങ്ങിയൊക്കെ നിന്നത്. അപ്പോൾ അതൊന്ന് മീൻ പറ്റിയോ എന്നൊക്കെ നോക്കുവാണേ. പിന്നെ എൻ്റെ നേരത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ പറമ്പിലൊരു കാന്താരി ചെടി ഉണ്ടല്ലോ, അതിൽ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് പറിക്കാതിരിക്കുമായിരുന്നു. കുറേ കാന്താരി മുളകുണ്ടായിരുന്നു കേട്ടോ. ഇന്നാളിൽ ഞാൻ പച്ചക്കറിക്കടയിൽ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ കുറേ കാന്താരി മുളക് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് 250 ഗ്രാമിന് 200 രൂപയോ 250 രൂപയോ അല്ല 100 ഗ്രാമിനോ മറ്റോ വില ചോദിച്ചപ്പോഴേ ഇതിപ്പോൾ കണ്ടോ എത്ര രൂപയുടെ മുളകുണ്ടെന്ന് നോക്കിക്കേ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ പോയി പറിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നമുക്കത് ഉപ്പിലിട്ട് വയ്ക്കാം. കുറച്ച് അടുക്കളയിലെ ആവശ്യത്തിന് മാറ്റി വെച്ചു. അങ്ങനെ കാന്താരി എല്ലാം കഴുകി നല്ലതുപോലെ അതിൻ്റെ വെള്ളമയമൊക്കെ കളഞ്ഞ് തുടച്ചെടുത്തിട്ട് പിന്നെ നല്ലൊരു ചില്ല് കുപ്പിയിലിട്ട് ഉപ്പും
വിനിഗറും ഒക്കെ കൂടെ ഒഴിച്ച് തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ ഒഴിച്ച് ഇട്ട് വെക്കാമെന്നും പറഞ്ഞുകൊണ്ട് കുപ്പിക്കകത്തെല്ലാം റെഡിയാക്കി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.